വേദിയിലുള്ള ശ്രീ കെ രഘുനാഥൻ, കൃഷ്ണകുമാർ, ശ്രീ മോഹൻദാസ്, മാറപ്പുറത്ത്, നഫീസ്, ദീദി, സദസ്സിലുള്ള പ്രിയപ്പെട്ടവർ, MP വീരേന്ദ്രകുമാറിൻ്റെ 89ാം ജന്മവാർഷിക സ്മൃതി ദിനമാണ് ജൂലൈ 22. ജൂലൈ 22 ഇങ്ങനൊരു പരിപാടി നടത്തണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഉണ്ണികൃഷ്ണനുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു തീയതി കണ്ടെത്തിയത്. ജൂലൈ അല്ലെങ്കിൽ കർക്കിടക മാസം മരിച്ചുപോയ ആളുകളുടെ സ്മൃതി ഉണർത്തുന്ന കർക്കിടക വാവ് ആചരിക്കുന്ന ഒരു മാസം കൂടിയാണ്. ആ മാസം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെയും ജന്മവാർഷിക സ്മൃതി ദിനം കടന്നു വരുന്നത്. എൻ്റെ പിതാവ് ഉണ്ണികൃഷ്ണൻ പിതാവിൻ്റെയും കടന്നു വരുന്നത്. എനിക്ക് 88 മുതൽ MP വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി അടുത്ത് കാണാനും പരിചയപ്പെടാനും ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. അദ്ദേഹത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അവിടെ സൂചിപ്പിച്ചു. പാർലമെൻറ്റേറിയനായിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും കൊക്കക്കോള പ്ലാച്ചി മടയിലെ പോരാട്ടത്തെക്കുറിച്ചും മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തെ വിപുലമാക്കിക്കൊണ്ട് എഡിഷനുകൾ ആരംഭിച്ച് വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റുന്നതിലും അദ്ദേഹം വഹിച്ച പങ്കിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. അതിലേക്കൊന്നും ഇനി കടന്നു പോകുന്നില്ല. മാത്രമല്ല, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യലിസ്റ്റിൻ്റെ സാഹിത്യ സഞ്ചാരങ്ങൾ എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ പലപ്പോഴും വിലയിരുത്തുന്നത്. അതായത് ഇതിലെ രാഷ്ട്രീയമോ മറ്റ് ബിസിനസ് മാനേജ്മെൻറ്റ് വൈദഗ്ധ്യമോ മറ്റു കാര്യങ്ങളൊന്നും നമ്മളോട് കൂടുതൽ ചർച്ചയില്ല. സാഹിത്യത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചർച്ച ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം സമന്വയത്തിൻ്റെ വസന്തം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. സമന്വയത്തിൻ്റെ വസന്തം പ്രകാശനം ചെയ്ത ആ വേദിയിലെ പരിപാടി കാണുന്നതിന് ഞാനും ഒരു സാക്ഷിയായി. 1992 ജൂലൈയിലാണ് ആ പുസ്തകം കേരള സാഹിത്യ അക്കാദമി കാണിച്ച് പ്രകാശനം ചെയ്തത്. അന്ന് ആ വേദിയിലുണ്ടായിരുന്നത് ബിഷപ്പ് മൗലസ് മാർ പൗലോസ്, ജി കുമാരപ്പിള്ള, സുകുമാർ അഴീക്കോട് ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ വേദിയിലുണ്ടായിരുന്നത്. അപ്പോൾ വളരെ ഒരു ലളിതമായിട്ടൊരു ചടങ്ങായിട്ടാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം സാഹിത്യ അക്കാദമിയിൽ വെച്ച് പ്രകാശനം ചെയ്തത്. അന്ന് പൗലോസ് മാർ പൗലോസിനെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നു. ഒരിക്കൽ വീരേന്ദ്രകുമാറുമായി ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു ബുക്ക് സ്റ്റാളിൽ, എയർപോർട്ടിലെ ബുക്ക് സ്റ്റാളിൽ കയറിയെന്ന്. ബുക്ക് സ്റ്റാളിൽ കയറിയപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ കണ്ടു. അപ്പോൾ ഇദ്ദേഹം അവിടെ പുസ്തകങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ പുസ്തകം വാങ്ങുന്നതിനുള്ള പണം, ഇഷ്ടപ്പെട്ട പുസ്തകം വാങ്ങുന്നതിനുള്ള പണം പിതാവ് പൗലോസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ബിഷപ്പിന് ഇഷ്ടപ്പെട്ട കസാൻ സാഗീസിൻ്റെ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് അടക്കമുള്ള പുസ്തകങ്ങൾ, ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വാങ്ങി വീരേന്ദ്രകുമാർ പൗലോസിന് നൽകിയെന്നും അപ്പോഴാണ് ഇദ്ദേഹം അത്രയും വലിയൊരു വായനക്കാരനാണ് തനിക്ക് ബോധ്യപ്പെട്ടതെന്നൊക്കെ പിതാവ് അന്ന് അവിടെ വെച്ച് പ്രസംഗിച്ച കാര്യങ്ങൾ ഞാൻ ഓർത്തു. കുമാരപ്പിള്ളയും ഇദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെക്കുറിച്ചൊക്കെ അന്ന് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ആളുകളെക്കുറിച്ച്, നേരിട്ട് പരിചയപ്പെട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകളായിരുന്നു ആ പുസ്തകം. അങ്ങനെ ചിതറിക്കിടന്നിരുന്ന കുറേ ലേഖനങ്ങൾ പുസ്തകമാക്കണമെന്ന് അദ്ദേഹത്തിനോട് ആദ്യമായി നിർദ്ദേശിച്ചത് എൻ്റെ പിതാവ് ഉണ്ണികൃഷ്ണൻ പുതൂരാണ്. ആ പുസ്തകങ്ങൾ വിവിധ മാസികകളിലും വിവിധ ആനുകാലികങ്ങളിലുമായി ചിതറിക്കിടന്നിരുന്ന ലേഖനങ്ങളൊക്കെ സമാഹരിച്ച് അതൊരു പുസ്തകമാക്കി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ, മാതൃഭൂമി അന്നൊരു പ്രസാധക സംഘം എന്നുള്ള നിലയിൽ അത്രയധികം മുന്നോട്ട് വന്നില്ല. SPCS-ലൂടെ ആ പുസ്തകം പുറത്തിറക്കി. ആ പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീരേന്ദ്രകുമാർ അയവിറക്കുന്നുണ്ട്. ഈ പുസ്തകം അച്ചടിച്ച് കിട്ടിയതിന് ശേഷം അത് ഞാൻ എൻ്റെ തലയിലയുടെ കീഴിൽ വെച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ പുസ്തകം എടുത്ത് നോക്കി. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു, എന്താണ് ഇങ്ങനെ എപ്പോഴെപ്പോഴും ഈ പുസ്തകം എടുത്തോ? അതെൻ്റെ കടിഞ്ഞൂൽ പ്രസവമായി, കടിഞ്ഞൂൽ കൃതിയായിരുന്നു. ആ പുസ്തകത്തിനോടുള്ള വൈകാരിക ബന്ധമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയത്. ആ സമന്വയത്തിൻ്റെ വസന്തത്തിൽ നിന്ന് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ
യാത്ര. ഏകദേശം 20ഓളം പുസ്തകങ്ങൾ അദ്ദേഹം കൈരളിക്ക് സമ്മാനിച്ചു. അദ്ദേഹത്തിന് ലഭിക്കാത്ത അംഗീകാരങ്ങൾ നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ പോലെ വളരെ വിരളമാണ്. ഒരുപക്ഷെ സഞ്ചാര സാഹിത്യത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഏക കൃതിയും ഒരുപക്ഷെ വീരേന്ദ്രകുമാറിൻ്റെ കൈമവേദ പൂവിലായിരിക്കും. മൂർത്തിദേവി പുരസ്കാരം, അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ്, വയലാർ അവാർഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷെ ഇത്രയൊക്കെ എഴുതിയെങ്കിൽ ഒരു പക്ഷേ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം കേട്ട വ്യക്തിത്വവും MP വീരേന്ദ്രകുമാറായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദേശാഭിമാനി പത്രം MP വീരേന്ദ്രകുമാറിൻ്റെ സാഹിത്യത്തെക്കുറിച്ച് വലിയൊരു പരമ്പര തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സാഹിത്യം അദ്ദേഹം രചിക്കുന്നതല്ല, വേറെ ആരൊക്കെയോ എഴുതി കൊടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് എനിക്കെന്നെ ഒരുപാട് അനുഭവമുണ്ട്. UDFൻ്റെ ഒരു മന്ത്രി ആയിരുന്ന ഒരാൾ ഞാൻ കണ്ട സമയത്ത് എന്നോട് ചോദിച്ചു, എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് ചോദിച്ചു, നിങ്ങളുടെ അച്ഛനാണോ വീരേന്ദ്രകുമാറിന് ഇതൊക്കെ എഴുതി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ മന്ത്രിയോട് തന്നെ ഞാൻ പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ പൊതുവിൻ്റെ വൈകാരിക വശങ്ങളല്ലാതെ കണ്ട് ഒരക്ഷരം വിചാരത്തിൻ്റെ അംശമായിട്ട് അദ്ദേഹത്തിന് എഴുതാൻ വേണ്ടി കഴിയും. ആനപ്പകി അമൃതമതിനും ബലിക്കലുമൊക്കെ വൈകാരിക അംശങ്ങൾ മൂർച്ഛിച്ചു കൂട്ടിയിട്ടുള്ള കൃതികളാണ്. ആ വൈകാരിക അംശത്തെ അല്ലാതെ കൊണ്ട് വിചാരാംശത്തിൻ്റെയോ വിജ്ഞാനാംശത്തിൻ്റെയോ കണികകൾ ഉൾപ്പെടുത്തിക്കുന്ന ഒരു സംഭവം അദ്ദേഹം എഴുതിയിട്ടില്ല. ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും അദ്ദേഹം എഴുതിയിട്ടില്ല, കഥകളും നോവലുകളും അല്ലാതെ കണ്ട് അങ്ങനെ ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് എഴുതി കൊടുത്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രബലമായിട്ടുള്ള പല മാസികകളും ആനുകാലികങ്ങളൊക്കെ അങ്ങനെ എഴുതി. പിന്നീട് വേറെ പറഞ്ഞിരുന്നു, മാതൃഭൂമിയിലെ സബ് എഡിറ്റർമാർ എഴുതി കൊടുക്കുന്ന ഇതാണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപമുണ്ടായി. പക്ഷേ ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് പറ്റിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൈമത പൂവിലിൻ്റെ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഡിസ്കഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു വലിയൊരു ഇടതുപക്ഷ സൈദ്ധാന്തികം പറഞ്ഞതാണ്, ഇതെല്ലാം സ്യൂഡോ റൈറ്റിംഗ് ആണ്, ഇതൊന്നും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, അദ്ദേഹത്തിന് ആരോ ഇത് എഴുതി കൊടുത്തതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഈ വേറെ യാത്രാ വിവരണങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടുതൽ ഇതിന് എന്താണ് ഒരു മോശക്കേടുള്ള ഒരുപാട് മറ്റുള്ളതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ മികച്ച അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതല്ലേ? അതല്ല, അത് വേറെ ആരോ എഴുതി കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, എഴുതി കൊടുത്താണെന്ന് പറയുമെങ്കിൽ EMS ഏറ്റവും വലിയ എഴുത്തുകാരനാണ്, വലിയ മന്ത്രിയായി, മുഖ്യമന്ത്രിയായി. EMS എല്ലാം സ്വന്തം കൈ കൊണ്ടാണോ എഴുതിയെന്ന് ചോദിച്ചു. EMSന് എഴുതി കൊടുക്കാൻ വേണ്ടി പോയ ആളുകളൊക്കെ പിന്നെ സൈദ്ധാന്തികന്മാരായി മാറിയെന്ന് എനിക്ക് തോന്നിയിരിക്കണം. അപ്പൊ അങ്ങനെ പറയുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പിന്നൊന്നും കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. സൈദ്ധാന്തികൻ മൗനം ആരംഭിച്ചു. ഇതേതര പാഠപുസ്തകത്തിലെ പാഠഭാഗം, ഹൈമോദപൂവിലെ പാഠഭാഗം ഉൾപ്പെട്ടു. ഇപ്പോഴും +2 മലയാളം പാഠപുസ്തകത്തിൽ ആ പാഠഭാഗം പഠിക്കാനുണ്ട്. അപ്പൊ ഇതാണ് ഒരു സാഹിത്യകാരൻ, ഒരു എഴുത്തുകാരനെ എങ്ങനെ വേട്ടയാടപ്പെടുന്നു എന്നുള്ളതിൻ്റെയും ഒരു ഉദാഹരണമാണ്. അതെനിക്ക് തോന്നുന്നു എഴുത്തുകാരൻ എന്നുള്ളതിനേക്കാളും ഉപരി അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനും പൊതുരംഗത്ത് പ്രഭാഷകനും മറ്റുമായി ശോഭിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മൂലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമന്വയത്തിൻ്റെ വസന്തം കഴിഞ്ഞതിന് ശേഷം ബുദ്ധൻ്റെ ചിരി, ആറ്റം ബോംബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചുള്ള ബുദ്ധൻ്റെ ചിരി, ഡാന്യൂബ് സാക്ഷി ഉൾപ്പെടെയുള്ള 20ഓളം കൃതികളെല്ലാം മികച്ച കൃതികൾ തന്നെയാണ്. അതിൽ ഏറ്റവും ക്ലാസിക് എന്ന് പറയാവുന്ന കൃതിയാണ് ഹൈമോദ ഭൂവിൽ എന്ന് പറയുന്ന കൃതി. ഹിമവാന്റെയും അതുപോലെ ഹിമവാന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അതിലൂടെയുള്ള വലിയ സഞ്ചാരമാണ്. ആ സഞ്ചാരം നടത്തുന്ന സമയത്ത് തന്നെ അവിടുത്തെ പ്രകൃതിയല്ല, നമ്മുടെ നാടിൻ്റെ വള്ളുവനാടിൻ്റെയും അതുപോലെ പറയിപ്പറ്റ പന്തിരകുലത്തിൻ്റെയും ഒക്കെ ചരിത്ര ഐതിഹാസിക പുരാണങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് അങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വളരെ അതിമനോഹരമായ ഒരു കൃതിയാണ്. ആ കൃതി ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പെൻഗ്വിൻ ബുക്സ് ഹിമാലയൻ ഒഡീസി എന്ന് പറഞ്ഞ പേരിൽ ആ പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കൃതിയായിരുന്നു വിവേകാനന്ദനെ കുറിച്ചുള്ള പുസ്തകം. വിവേകാനന്ദൻ ഒരു സന്യാസി
ഹൈന്ദവ സന്യാസി എന്നുള്ള രീതിയിൽ കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് കാലത്തെ പഠന മനന ഗവേഷണങ്ങൾക്ക് ശേഷമാണ് ആ പുസ്തകം പുറത്തിറക്കിയത്. വിവേകാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വൈകാരിക വശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ വിവേകാനന്ദൻ എത്ര സമഗ്രമായി പഠിച്ചിട്ടുള്ള മറ്റൊരു പുസ്തകം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വിപുലമാണ് അദ്ദേഹത്തിൻ്റെ ആ സാഹിത്യ സഞ്ചാരങ്ങൾ. യാത്രകൾ പോയിട്ടുള്ള ഡാനൂബ് സാക്ഷി ഈ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ, കാട്ടും കാണാച്ചരടുകളും ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ, ആഗോളവൽക്കരണത്തിന്റെ ഫലമായി നമ്മളിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ. രാമന്റെ ദുഃഖം എന്ന് പറയുന്ന പുസ്തകം എത്രയോ അക്കാലത്ത് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്താണ് രാമന്റെ ദുഃഖം ഇറങ്ങുന്നത്. എത്രയോ പതിപ്പുകൾ അത് പുറത്തിറങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ആ പുസ്തകത്തിന്റെ ടൈറ്റിലിനെ സംബന്ധിച്ച് തന്നെ വലിയ തർക്കമുണ്ടായി. സുകുമാർ അഴീക്കോട് മാഷാണ് പറയുന്നത്, എൻ്റെ ഗുരുവിന്റെ ദുഃഖം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ടൈറ്റില് മോഷ്ടിച്ചിട്ടാണ് രാമന്റെ ദുഃഖം ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞിട്ട് വലിയ ഒരു പ്രസ്താവന അഴീക്കോട് മാഷാക്കി. അതിന്റെ പേരിൽ അവർ രണ്ടുപേരും കുറെ കാലം മിണ്ടാതെയും ശത്രുക്കളെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. പിന്നീട് സുപ്രഭാതത്തില് അവര് രണ്ടുപേരും അവർ തമ്മിലുള്ള അവന്റെ കൺവെൻഷൻ മാറ്റിയിരുത്തിക്കൊണ്ട് ഒന്നിച്ചു. അങ്ങനെ വിവിധ വിഷയങ്ങളെ കുറിച്ച്, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന വിവിധ വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായി പഠിക്കുകയും അതിനെക്കുറിച്ച് പ്രതികരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തതാണ്. ഒരു ചങ്കുറപ്പുള്ള നേതാവെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഒരു പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറിക്കാരിൽ നിന്ന് പണം വാങ്ങിയ ഒരു കാര്യം, പാർട്ടി സെക്രട്ടറി പണം വാങ്ങിയൊരു കാര്യം സാധാരണ ആരും ധൈര്യത്തോടു കൂടി പറയില്ല. ഒരുപക്ഷെ അത്രയും ധൈര്യപൂർവ്വം പറഞ്ഞ രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇത്തരം നിലപാടുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട ഒരു എഴുത്തുകാരൻ. സഞ്ചരിച്ച കാര്യങ്ങളെ കുറിച്ചാണ് എഴുതിയതെങ്കിലും അതിൻ്റെ പേരിൽ ആക്ഷേപം കേട്ടാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇത്ര മാത്രം പുസ്തകങ്ങൾ വായിച്ച വേറൊരാളുണ്ടെന്നില്ല. അദ്ദേഹത്തിന്റെ വയനാട്ടിലെ വീട്ടിലെ കൽപ്പറ്റയിലെ വീട്ടിലെ ലൈബ്രറി ഞാൻ പോയി അതിൽ കണ്ടിട്ടുണ്ട്. ഒരു വീട്ടു ലൈബ്രറിയിലും ഇല്ലാത്തത്ര തരത്തിലുള്ള പുസ്തകങ്ങളാണ് ആ ലൈബ്രറിയിൽ ഉള്ളത്. അതും ലൈബ്രറി 2 നിലയിലാണ് ലൈബ്രറി സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം വായിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം യാത്രക്കിടയിൽ ഓരോ പുസ്തകങ്ങളും വായിക്കുകയും അതിനെ സംബന്ധിച്ച നോട്ടുകൾ, കുറിപ്പുകൾ എടുത്തു വയ്ക്കുകയും ചെയ്യും. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് ഞാൻ കണ്ട പ്രത്യേകത, ഈ വായിച്ച കാര്യങ്ങൾ കോട്ട് ചെയ്ത് പറയുന്നതിന് വേണ്ടിയുള്ള അപാരമായ ഓർമ്മശക്തി. പലരും വിസ്മരിച്ചു പോകും പല കാര്യങ്ങളും. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരു ഫോൺ നമ്പർ ആയാലും ശരി, കൊട്ടേഷൻ ആയാലും ശരി, എഴുത്തുകാരൻ്റെ പേരായാലും ശരി, ആ പേജായാലും ശരി, അതെല്ലാം വളരെ കൃത്യമായി ഓർമ്മയിൽ വെച്ചുകൊണ്ട് ആ ഓർമ്മശക്തിയിലൂടെ ഓർത്തെടുത്തുകൊണ്ട് പറയുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു കഴിവ്, വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വായിച്ച അറിവുകൾ താൻ കണ്ട ലോകവുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള എഴുത്താണ് അദ്ദേഹം നിർവഹിച്ചത്. ഇപ്പോഴും പല ആളുകളും പറയാറുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ കടന്നു പോകുമ്പോൾ ഇപ്പോൾ MP വീരേന്ദ്രകുമാർ ഉണ്ടായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ പറയാറുണ്ട് സുകുമാർ അഴീക്കോട് ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ എന്ത് അഭിപ്രായം പറയുമായി. അങ്ങനെ സമൂഹം പ്രതിസന്ധിയിൽപ്പെടുന്ന ചില ഘട്ടങ്ങളിൽ ദിശാസൂചകമായി ചില പ്രഖ്യാപനങ്ങൾ നടത്താൻ, ചില വിരൽ ചൂണ്ടലുകൾ നടത്താനുള്ള അപാരമായ ചങ്കൂറ്റവും ധൈര്യവും ഉണ്ടായിരുന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യം വളരെ വിപുലമാണ്. വിവേകാനന്ദനും നേരത്തെ ഹൈമോദപൂർ ഉൾപ്പെടെയുള്ള ആ കൃതികളെ കുറിച്ചാണ് നമ്മളുടെ ചർച്ചകളിലൂടെ കടന്നു പോകേണ്ടത്. ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രസിദ്ധ എഴുത്തുകാരൻ ശ്രീ K. രഘുനാഥനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.